ഹലോ, ഏവർക്കും സ്മാർട്ട് പി സി ഓൺലൈനിലേക്ക് സ്വാഗതം. LGS വേണ്ടിയുള്ള 15ാമത്തെ ക്ലാസ്സാണ്. LGS പരീക്ഷ ഈ മാസം 7-ാം തീയതി, ഫെബ്രുവരി 7-ാം തീയതി ആയതുകൊണ്ടാണ് ഇനി കണ്ടിന്യൂസ് LGSൻ്റെ ക്ലാസ് മാത്രം ഇട്ടുകൊണ്ടിരിക്കുന്നത്. LD ക്ലാസ്സും വരും. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൗരയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ SCRT ഒരു ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ അത് വലുതായിട്ട് അങ്ങനെ പഠിക്കണമെന്നില്ല. നമ്മളത് പെട്ടെന്ന് എന്ത് ചെയ്യും, ഒന്ന് വായിച്ച് റിവിഷൻ ചെയ്ത് പോകും. ഓക്കെ, പിന്നെ അല്ലാതെ ഈ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് എക്സ്ട്രാ പോയിന്റ് പഠിക്കാറുണ്ട്. അത് നമ്മൾ നല്ല ശ്രദ്ധിച്ച് ചോദ്യം ചോദിച്ചൊക്കെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് SCRT കാര്യങ്ങൾ എന്ത് ചെയ്യാം, പെട്ടെന്ന് വായിച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഒക്കെ ഏതൊക്കെ നോക്കി പോകാം. നിങ്ങൾക്ക് അറിയാത്ത പോയിന്റുകളാണ് പറയുന്നതെങ്കിൽ നോട്ട് ചെയ്ത് തന്നെ എന്ത് ചെയ്യണം, പോകണം. ഓക്കെ, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അതിനു മുമ്പ് യൂണിവേഴ്സിറ്റി LGS കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ 2024 LGS മെയിൻസിന് വേണ്ടിയിട്ടുള്ളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഫെബ്രുവരി 7-ാം തീയതി മുതൽ. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇപ്പോഴേ വിളിച്ച് എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നേരെ അതായത് നമ്മുടെ ഈ സൗരയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യം പഠിക്കുകയാണ്. നമുക്ക് അതൊന്ന് എന്ത് ചെയ്യാം, റിവിഷൻ ചെയ്യാം. ഓക്കെ, നമ്മുടെ സയൻസ് വരുന്ന കാര്യമാണ്, എളുപ്പമുള്ള കാര്യമാണ് കേട്ടോ. ഓക്കെ, കുറച്ചുള്ള പോയിന്റ്. സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് ഏത്? നക്ഷത്രങ്ങൾ. ഓക്കെ, വലിയ അളവിൽ താപവും പ്രകാശവും പുറത്തുവിടുന്ന ആകാശഗോളങ്ങളാണ് ഏത്? അപ്പം സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. വലിയ അളവിൽ താപവും പ്രകാശവും പുറത്തുവിടുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. സൂര്യനൊരു നക്ഷത്രമാണ് കേട്ടോ. ഭൂമിയോട് ഏറ്റവും അടുത്ത സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ചോദിച്ചാൽ ഏതാണ്? ഭൂമിയോട് ഏറ്റവും അടുത്ത സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ചോദിച്ചാൽ ഏതാണ്? സൂര്യനാണ് കേട്ടോ, സൂര്യനാണ്. സ്വയം കറങ്ങുന്നതോടൊപ്പം സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് എന്ത്? ഗ്രഹങ്ങൾ. ഓക്കെ, ഗ്രഹങ്ങൾ ഇംഗ്ലീഷിൽ എന്ന് പറയും? പ്ലാനറ്റ്സ് എന്ന് പറയും, പ്ലാനറ്റ്സ്. ഓക്കെ, സൂര്യന് ചുറ്റും കറങ്ങുന്ന ആകാശഗോളങ്ങൾ എത്ര എണ്ണം ഉണ്ട്? അത് എത്ര ഗ്രഹങ്ങളുണ്ട്? 8 ഗ്രഹങ്ങളുണ്ട്. ഓക്കെ, ആ 8 ഏതൊക്കെയെന്ന് വെച്ചാൽ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. നമുക്കറിയാം ഗ്രഹങ്ങൾ 7 നമുക്കറിയാം. ഏതൊക്കെയാണ്? 8 നമുക്കറിയാം. ഏതൊക്കെയാണ്? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. അതൊക്കെ സിമ്പിൾ കാര്യങ്ങളാണ് പിള്ളേരെ. സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരപാത അറിയപ്പെടുന്ന പേരാണ് ഭ്രമണപഥം അല്ലെങ്കിൽ ഓർബിറ്റ്. ഭ്രമണപഥം അല്ലെങ്കിൽ ഓർബിറ്റ്. ഗ്രഹങ്ങളെ വലം വയ്ക്കുന്ന ഗോളങ്ങളാണ് ഏത്? ഉപഗ്രഹങ്ങൾ. അതിന് നമ്മൾ എന്തെന്ന് പറയും ഇംഗ്ലീഷിൽ? സാറ്റലൈറ്റുകളെന്ന് പറയും. ഗ്രഹങ്ങളെ വലം വയ്ക്കുന്ന ഗോളങ്ങളാണ് എന്ത്? ഉപഗ്രഹങ്ങൾ അല്ലെങ്കിൽ സാറ്റലൈറ്റുകൾ. ഓക്കെ, ഭൂമിക്ക് എത്ര ഉപഗ്രഹമുണ്ട്? ഭൂമിക്ക് എത്ര ഉപഗ്രഹമുണ്ട്? 1. അത് ഏതാണ്? ചന്ദ്രനാണ്, ചന്ദ്രൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി, അപ്പോൾ നമുക്കൊന്ന് നോക്കാം. സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് ഏത്? നക്ഷത്രങ്ങൾ. വലിയ അളവിൽ താപവും പ്രകാശവും പുറത്തുവിടുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. സൂര്യൻ ഒരു നക്ഷത്രമാണ്. സ്വയം കറങ്ങുന്നതോടൊപ്പം സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ. സൂര്യന് ചുറ്റും കറങ്ങുന്ന ഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആകാശഗോളങ്ങൾ ഏതൊക്കെയാ? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഓക്കെ, അഹല്യ ഇത് ഡബ് ചെയ്യണമെന്നാണോ പറയണ്ടേ? ചുണ്ടൊക്കെ ഇങ്ങനെ. ഇവിടെ ഞാൻ ബുധനെന്ന് പറയുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പോണത്, ചൊവ്വയുടേതാണ് പോണത്. തെലുങ്ക് ഡബ് സിനിമ അല്ല. ഓക്കെ, സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരപാത അറിയപ്പെടുന്നതാണ് ഭ്രമണപഥം. ഗ്രഹങ്ങളെ വലം വയ്ക്കുന്ന ഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ. ഭൂമിയുടെ ഉപഗ്രഹമാണ് ഏത്? ചന്ദ്രൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനിയാണ് പറയാൻ പോകുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ സിമ്പിളാണ്. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം ഏതാണ്? സൂര്യനാണ് കേട്ടോ. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം ഏതാണ്? സൂര്യനാണ്. ഓക്കെ, ഈ സൗരയൂഥത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണെന്നൊരു വാദം ഉണ്ടായിരുന്നു മുമ്പ്. മനസ്സിലായോ? സൗരയൂഥത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണെന്നൊരു വാദം മുമ്പ് ഉണ്ടായിരുന്നു. ആ വാദം ചോദ്യം ചെയ്ത ഒരു പോളണ്ടുകാരനായ ശാസ്ത്രജ്ഞനുണ്ട്. ആരാണത്? അത് കോപ്പർനിക്കസ് ആണ്. ആരാണ്? കോപ്പർനിക്കസ്. ഏത് കോപ്പർനിക്കസ്? നിക്കോളാസ് കോപ്പർനിക്കസ്. നിക്കോളാസ് കോപ്പർനിക്കസ് കേട്ടോ. അതായത് സൗരയൂഥത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണെന്ന വാദത്തെ ചോദ്യം ചെയ്ത പോളണ്ടുകാരനായ ശാസ്ത്രജ്ഞൻ ആരാണ്? നിക്കോളാസ് കോപ്പർനിക്കസ്. ഇദ്ദേഹം എന്ത് പ്രഖ്യാപിച്ചു? സൂര്യനാണ് സൗരയൂഥത്തിൻ്റെ കേന്ദ്രം. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് പ്രഖ്യാപിച്ച വ്യക്തിയാണ് ആര്? നിക്കോളാസ് കോപ്പർനിക്കസ്. ഓക്കെ, അടുത്ത് സൂര്യനെ വലം വയ്ക്കുന്ന ഗ്രഹങ്ങൾ, അവയുടെ ഉപഗ്രഹങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, വാൽനക്ഷത്രങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങൾ എന്നിവ ഉൾപ്പെടുന്നതാണ് എന്ത്? സൗരയൂഥം. എന്താണ്? സൗരയൂഥം. ഓക്കെ, നമ്മൾ താമസിക്കുന്ന അതിൻ്റെ പേരെന്താ? മിൽക്കി വേ. എന്താണ്? മിൽക്കി വേ എന്ന് ഇംഗ്ലീഷ് എന്ന് പറയും. സോറി, അതിൻ്റെ മലയാളമാണ് ക്ഷീരപഥം. ക്ഷീരപഥം. ഓക്കെ, ശരി. അപ്പോൾ സൂര്യനെ വലം വയ്ക്കുന്ന ഗ്രഹങ്ങൾ, സൂര്യനെ വലം വയ്ക്കുന്ന ഗ്രഹങ്ങൾ, അവയുടെ ഉപഗ്രഹങ്ങൾ, പിന്നെ ക്ഷുദ്രഗ്രഹങ്ങൾ, വാൽനക്ഷത്രങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങൾ എന്നിവ ഉൾപ്പെടുന്നതാണ് എന്ത്?
സൗരയൂഥം. എന്താണ്? സൗരയൂഥം. ഓക്കെ, സൗരയൂഥത്തിലെ ഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. അത് കുറേ ചോദ്യങ്ങൾ വരുന്നുണ്ട്, ആ ചോദ്യം നോക്കാം. നെപ്റ്റ്യൂൺ സൂര്യനെ ഒരു തവണ വലം വയ്ക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? 164 വർഷങ്ങളാണ് കേട്ടോ. LGS പതൊക്കെ കയറി ചോദിക്കും, നമുക്ക് പഠിക്കാൻ പറയുന്നുണ്ട്. സൗരയൂഥത്തിൻ്റെ പ്രത്യേകത SCRT എന്നാണ് ചോദ്യം വരുന്നതെങ്കിൽ ഇതൊക്കെ ചോദിക്കും. നെപ്റ്റ്യൂൺ സൂര്യനെ ഒരു തവണ വലം വയ്ക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? 164 വർഷം. എത്രയാണ്? 164 വർഷം. യുറാനസ് സൂര്യനെ ഒരു തവണ വലം വയ്ക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? 84 വർഷം. ഓക്കെ, യുറാനസ് സൂര്യനെ ഒരു തവണ വലം വയ്ക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? 84 വർഷം. നമുക്കറിയാം ഈ നെപ്റ്റ്യൂണും യുറാനസൊക്കെ സൂര്യനിൽ നിന്നും വളരെ അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളാണ്. നമ്മുടെ ഭൂമി സൂര്യനെ വലം വയ്ക്കാൻ എത്ര സമയം എടുക്കും? 1 വർഷം. അതിന് 365 ദിവസം. മനസ്സിലായി? 365 ദിവസം. ഓക്കെ, അതാണ് 1 വർഷം. ക്ലിയർ ആണ്? ഓക്കെ, നമ്മൾ 1 വർഷം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? സൂര്യനെ ചുറ്റി എഴുതുന്നത്. ഈ സൂര്യൻ സ്വയം കറങ്ങുന്നുണ്ടോ? സൂര്യൻ ഇല്ലേ? സൂര്യൻ സ്വയം കറങ്ങുന്നുണ്ട്. സൂര്യൻ കറങ്ങുന്നുണ്ട്. സൂര്യൻ എന്ത് ചെയ്യുന്നുണ്ട്? കറങ്ങുന്നുണ്ട്. ഓക്കെ, സൂര്യൻ ഗാലക്സി ചുറ്റി കറങ്ങുന്നുണ്ട്. മനസ്സിലായില്ലേ? ഓക്കെ, ഭ്രമണവും പരിക്രമണവും എല്ലായിടത്തും ഉണ്ട്. എല്ലാ ഗ്രഹങ്ങളിലും എന്തുണ്ട്? ഭ്രമണമുണ്ട്, പരിക്രമണമുണ്ട്. എല്ലാ ആകാശഗോളങ്ങളിലും എന്തുണ്ട്? ഭ്രമണവും പരിക്രമണവും ഉണ്ട്. ഓക്കെ, ശരി. അടുത്ത, യുറാനസിന് എത്ര ഉപഗ്രഹങ്ങളുണ്ട്? യുറാനസിന് എത്ര ഉപഗ്രഹങ്ങൾ? നമ്മളെ കേരളത്തിലെ റവന്യൂ ഡിവിഷനുകളുടെ എണ്ണം അത്രയാണ്. 27. അപ്പോൾ യുറാനസിൻ്റെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ്? 27. ഓക്കെ, ചുറ്റും വലയങ്ങളുള്ള ഗ്രഹം ഏതാണ്? ശനി. ഓക്കെ, ശനിക്ക് മാത്രമാണ് വലയങ്ങളുള്ളത്? ശനിക്കും ഉണ്ട്, നെപ്റ്റ്യൂണിനും ഉണ്ട്. ശനിക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ ചുറ്റും വലയങ്ങളുള്ള ഗ്രഹങ്ങൾ ചോദിച്ചാൽ ഏതൊക്കെയാണ്? ശനിയും നെപ്റ്റ്യൂണുമാണ്. ഏറ്റവും വലിയ ഗ്രഹം ഏതാ? വ്യാഴം. ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? വ്യാഴം. ഓക്കെ, വ്യാഴം സൂര്യനെ ഒരു തവണ വലം വയ്ക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? 12 വർഷം. എന്താണ്? 12 വർഷം. അപ്പം വ്യാഴം സൂര്യനെ ഒരു തവണ വലം വയ്ക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? 12 വർഷം. അതുകൊണ്ട് നമുക്ക് ചോദിക്കാറുണ്ട്, ഒരു വ്യാഴവട്ടം എത്രയാണ് ചോദിക്കാറുണ്ട്. നമ്മൾ പറയും ഒരു വ്യാഴവട്ടക്കാലം എന്ന് കേട്ടിട്ട്. ഒരു വ്യാഴവട്ടം എന്ന് വെച്ചാൽ എത്രയാണ്? 12 വർഷമാണ്. എത്രയാണ്? 12 വർഷമാണ്. ഒരു ഡസൻ എന്ന് വെച്ചാൽ എത്രയാണ്? 12. ഒരു ഡസൻ എന്ന് വെച്ചാൽ എത്രയാണ്? 12. ഡസൻ്റെ പകുതി എന്താ പറയണത്? ഡസൻ്റെ പകുതി നമ്മളെന്താ പറയില്ല? 1/2 ഡസൻ. ഒരു അമ്മ കടയിൽ പോയി 1/2 ഡസൻ. ഒരു ഡസനാ? 1/2 ഡസനാ? 1 ഡസൻ വെള്ളം. അതെന്താ സംഭവം? അവരുടെ നിറം എന്ത്? വിരൽ മടക്കണല്ലേ ആ ഗെയിം? നീല. അടി അലുമുണ്ടാക്കുള്ളൂ. ശരി. ഓക്കെ, അപ്പം ഇവിടെ പിള്ളേർ വ്യാഴം സൂര്യനെ ഒരു തവണ വലം വയ്ക്കാൻ എടുക്കുന്ന സമയമാണ് ഏത്? 12 വർഷം. സ്വന്തമായി ഉപഗ്രഹങ്ങളില്ലാത്ത ഏതെങ്കിലും ഗ്രഹങ്ങളുണ്ടോ? ഏതൊക്കെയാണ്? ബുധനും ശുക്രനും. ഏതാണ്? ബുധനും ശുക്രനും. ഓക്കെ, അപ്പോൾ സ്വന്തമായി ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ബുധനും ശുക്രനും. ഓക്കെ, സൗരത്തിൽ ഏറ്റവും വലുത് വ്യാഴമാണ്. ഏറ്റവും ചെറുത് ഏതാ? ബുധനാണ്. ഏറ്റവും ചെറുത് ഏതാണ്? ബുധനാണ്. സൗരത്തിൽ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏതാ? ശുക്രൻ. ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏതാണ്? ശുക്രനാണ്. അതുകൊണ്ടാണ് അതിനെ പ്രഭാത നക്ഷത്രം എന്നും പ്രദോഷ നക്ഷത്രം എന്നൊക്കെ അറിയപ്പെടുന്നത്. പ്രഭാതം എന്ന് വെച്ചാൽ എന്താണ്? പ്രദോഷം എന്ന് വെച്ചാൽ എന്താണ്? വൈകുന്നേരം. ഓക്കെ, സന്ധ്യാസമയം എന്ന് വെച്ചാൽ രാത്രിയുമല്ല പകലുമല്ലാത്ത സമയമാണ് ഏത്? സന്ധ്യ. മറ്റേ പുരാണത്തിലൊരു കഥയുണ്ട്, മറ്റേ ഹിരണ്യകശിപുവിനെ നരസിംഹം വധിക്കുന്നത് അങ്ങനെയാണ്. അതായത് ഹിരണ്യകശിപുവിനൊരു വരം ലഭിച്ചിട്ടുണ്ട്. ഹിരണ്യകശിപുവിന് ലഭിച്ച വരം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനോ മൃഗമോ കൊല്ലാൻ പാടില്ല. മനസ്സിലായില്ലേ? പുരുഷനോ അതറിയത്തില്ല. മനുഷ്യനോ മൃഗമോ കൊല്ലാൻ പാടില്ല. ഓക്കെ, അതുപോലെ വീടിനകത്തോ പുറത്തോ വെച്ചും കൊല്ലാൻ പാടില്ല. ഭൂമിയിലും ആകാശത്തും വെച്ചും കൊല്ലാൻ പാടില്ല. രാത്രിയും പകലും കൊല്ലാൻ പാടില്ല. അങ്ങനെ ഒരു വരമാണ് ആര് വാങ്ങിച്ചിട്ടുള്ളത്? ഹിരണ്യകശിപു. അപ്പോൾ ഈ ഹിരണ്യകശിപുവിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് മഹാവിഷ്ണു ഏത് അവതാരം എടുക്കുന്നത്? നരസിംഹ അവതാരം എടുക്കുന്നത്. നരസിംഹ അവതാരം എടുത്തിട്ട് കൊല്ലുന്നത് ഈ കൊട്ടാരത്തിൻ്റെ പടിക്കലിൽ ഇരുന്നിട്ട്. അപ്പോൾ വീടിനകത്തുമല്ല പുറത്തുമല്ല, പടിക്കലാണ്. അകത്തും പുറവും അല്ലാത്ത അവസ്ഥയാണ് ഇത് പടി എന്ന് പറയുന്നത്. അവിടെ ഇരുന്നിട്ട് മടിയിലെടുത്ത് വയ്ക്കുന്ന സമയത്ത് ആകാശത്തുമല്ല ഭൂമിയിലുമല്ല. ഓക്കെ, പിന്നെ ആയുധങ്ങൾ ഉപയോഗിച്ച് കൊല്ലാൻ പാടില്ലെന്നുണ്ട്. ആയുധങ്ങളൊന്നും ഉപയോഗിച്ച്. മനസ്സിലായില്ലേ? സമയം സന്ധ്യാസമയം. രാത്രിയല്ല പകലുമല്ല. മനസ്സിലായില്ലേ? രാത്രിയല്ല പകലുള്ള സമയവും സന്ധ്യാസമയം. മനസ്സിലായില്ലേ? സന്ധ്യാസമയത്ത് നഖം ഉപയോഗിച്ച് വയറ് പിളർന്നാണ് എന്ത് ചെയ്യുന്നത്? കൊല്ലുന്നത്. മനസ്സിലായി? ഹിരണ്യകശിപുവിനെ കൊല്ലുന്നത്. ഓക്കെ, അത് ഓർത്ത് വെച്ചോണം. അപ്പോൾ ഈ പ്രഭാത നക്ഷത്രം പ്രദോഷ നക്ഷത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാവിലെ സൂര്യ ഉദിക്കുന്നതിന് മുമ്പും വൈകുന്നേരം സൂര്യ അസ്തമിക്കുന്ന സമയത്തും ഈ നമ്മുടെ തിളങ്ങി കാണപ്പെടുന്ന ഗ്രഹമാണ് ഏത്? ശുക്രൻ. ഏറ്റവും തിളക്കമുള്ള ഗ്രഹമാണ് ശുക്രൻ. അതുകൊണ്ടാണ് അതിന് എന്തെന്നറിയപ്പെടുന്നത്? പ്രഭാ നക്ഷത്രം എന്നും പ്രദോഷ നക്ഷത്രം എന്നും അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി സൗരയൂഥത്തിൽ ഏറ്റവും ചൂടുള്ള ഗ്രഹം ഏതാ?
ശുക്രനാണ്. ചൂടുള്ള ഗ്രഹം ഏതാണ്? ശുക്രനാണ്. അപ്പോൾ ഈ തിളക്കവും നിങ്ങൾ ചൂടായിട്ടൊന്ന് കണ്ടു വെച്ചിരുന്നാൽ മതി. തിളക്കവും ചൂടുള്ള ഗ്രഹം ഏതാണ്? ശുക്രനാണ്. ഏതാണ്? ശുക്രനാണ്. സൗരത്തിൽ എത്ര നക്ഷത്രമുണ്ട്? സൗരത്തിൽ ഒരു നക്ഷത്രമേ ഉള്ളൂ. 4 ഏത്? സൂര്യൻ. സൗരത്തിലെ ഒരേ ഒരു നക്ഷത്രമുള്ളത് അത് ഏതാണ്? സൂര്യനാണ് കേട്ടോ, സൂര്യൻ. ഓക്കെ, ഈ സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം ഏതാ? ആൽഫ സെഞ്ചുറി അല്ലെങ്കിൽ പ്രോക്സിമ സെഞ്ചുറി കേട്ടോ. ആൽഫ സെഞ്ചുറി അല്ലെങ്കിൽ പ്രോക്സിമ സെഞ്ചുറി. ഓക്കെ, ഇനി അടുത്ത് ബഹിരാകാശത്ത് നിന്ന് നമ്മൾ താഴോട്ട് നോക്കുകയാണ്, ഭൂമിയിലേക്ക് നോക്കുകയാണ്. അപ്പം നമ്മൾ കാണുന്ന ഭൂമിയുടെ നിറം എന്താ? നീല നിറം കേട്ടോ, നീല നിറമാണ്. ബഹിരാകാശത്ത് നോക്കുമ്പോൾ ഭൂമിയുടെ നിറം എന്താണ്? നീലഗ്രഹമാണ്. അതുകൊണ്ടാണ് നമ്മൾ നീല നിറമാണ്. അതുകൊണ്ടാണ് നീലഗ്രഹം എന്ന് ഏനെ പറയുന്നത്? ഭൂമിയെ പറയുന്നത്. തണ്ണിമത്തം നിന്ന് കയ്യെ കൊട്ടണ്ടേ, താടി കൊട്ടി പിടിക്കുന്നു. ഈച്ച പറ്റുമോ? ഓക്കെ, ബഹിരാകാശത്ത് നോക്കുമ്പോൾ ഭൂമിയുടെ നിറം എന്താണ് ഉള്ളത്? നീലയാണ്. ഓക്കെ, ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഗ്രഹം ഏതാണ്? ഭൂമിയാണ്. അതായത് നമ്മുടെ ഈ സൗരയൂഥത്തിൽ നമ്മൾ ഈ ഇത് ഉണ്ടല്ലേ, അതായത് ഈ 8 എവിടെ മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ? ഭൂമിയിൽ മാത്രമേ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളൂ. വേറെ എവിടെയും കാണൂടെ? ഉറപ്പായിട്ടും കാണും. എവിടെ കണ്ടത്? കാണുമായിരിക്കും. നമുക്ക് ഇത്രയും കോടാനുകോടി നക്ഷത്രങ്ങളില്ലേ, അതിലൊരു നക്ഷത്രം മാത്രമാണ് സൂര്യൻ. മനസ്സിലായില്ല? അപ്പോൾ അതുപോലെ വേറെ യൂണിവേഴ്സിൽ എവിടെയെങ്കിലുമൊക്കെ എന്ത് ചെയ്യും? കാണും. ഓക്കെ, അവിടെയൊക്കെ PSC ക്ലാസ് ഉണ്ടാകും. പറയാൻ പറ്റും. ഇതിന് പാരലായിട്ട് വേറെ ലോകം ഉണ്ടെങ്കിലാ ആ പാരലായിട്ട് ലോകത്തിൽ ഇതുപോലെ ഇന്ത്യ എന്നൊരു രാജ്യവും കേരളം എന്നൊരു സംസ്ഥാനവും. മനസ്സിലായില്ലേ? ഗെയിമിലെ കഥാപാത്രങ്ങളാണ് നമ്മൾ. ഗെയിമിലെ മെട്രിക്സ് തിയറിയാ? അല്ലേ, ഇപ്പം ഇതേപോലെ നമ്മളെപ്പോലെ വേറെ ആൾക്കാർ അവിടെ ചിലപ്പോൾ കാണുമായിരിക്കും. നമ്മുടെ അതേ രൂപവും നമ്മുടെ, അതായത് ഇപ്പം എനിക്ക് പകരം വേറെ ആൾ, ഇവന് പകരം വേറെ ആൾ. മനസ്സിലായില്ലേ? മറ്റേ ഇത് ഒരു സിനിമയിലുണ്ടല്ലോ നമ്മുടെ മാർവൽ യൂണിവേഴ്സിൻ്റെ. ഓക്കെ, ശരി. മൾട്ടിവേഴ്സ് ഓഫ് ദ മാഡ്നസ്. ഡോക്ടർ സ്ട്രേഞ്ചല്ലേ മൾട്ടിവേഴ്സ് ഓപ്പൺ ചെയ്തത്. ഓക്കെ, അപ്പോൾ വളരെ ഇരുന്ന് അലക്കുകയാണ്. അവിടെയും എനിക്ക് ഈ ചേട്ടത്തിൻ്റെ ഭർത്താവ് കിട്ടുമെന്നാണ് മനസ്സിലാലോചിച്ചത്. ഷംന അല്ലേ? അല്ല, ഇപ്പം അറിയണം. ഓക്കെ, ശരി. ശരി, ഓക്കെ പിള്ളേരെ. അപ്പോൾ ജീവൻ നിലനിൽക്കുന്നത് കണ്ടെത്തിയിട്ടുള്ള ഗ്രഹമാണ് ഏത്? ഭൂമി. ഓക്കെ, പണ്ട് ജലമൊഴുകിയതിൻ്റെ സൂചനകൾ കണ്ടെത്തിയിട്ടുള്ള ഗ്രഹം ഏതാണ്? ആ ചൊവ്വയാണ്. പണ്ട് ജലമൊഴുകിയതിൻ്റെ സൂചന കണ്ടെത്തിയിട്ടുള്ള ഗ്രഹമാണ് ഏത്? ചൊവ്വ. ഓക്കെ, എന്തായിരിക്കും ജലം? അങ്ങനെ അതൊന്നേ ജലം. ഓക്കെ, അത് എങ്ങനെയായിരിക്കും ജലം വന്നത്? മനുഷ്യൻ പോയിട്ടില്ല. മനുഷ്യൻ ഒരൊറ്റ ഭൂമിയിൽ നിന്ന് ഒരു വേറൊരു ആകാശഗോളത്തിലേക്ക് മാത്രമേ മനുഷ്യൻ പോയിട്ടുള്ളൂ. അതേതാണ്? ചന്ദ്രൻ. ചന്ദ്രൻ അല്ലാതെ വേറെ ഒരു ആകാശഗോളത്തിൽ മനുഷ്യൻ എന്ത് ചെയ്തിട്ടില്ല? പോയിട്ടില്ല. ഓക്കെ, ചന്ദ്രനിൽ പോയി എന്നതിന് തന്നെ 2 വാദമുണ്ട്. കുറേ ആൾക്കാർ പറയുന്നുണ്ട് പോയിട്ടുണ്ടെന്ന്, കുറേ ആൾക്കാർ പറയുന്നത് പോയിട്ടില്ല എന്ന്. അതിനൊരു വാദമുണ്ട്. മനസ്സിലായില്ലേ? പക്ഷേ സയൻറ്റിഫിക്കലി നോക്കിയാലും 12 വർഷം കൊണ്ട് പോയിട്ടോ? അല്ല, 1980 ശേഷം കണ്ട പോയിട്ടില്ല. ഈ റീസെന്റ് ആയിട്ട് പോയിട്ടില്ല. ആർട്ടിമസ് മിഷൻ പോവില്ലേ അടുത്ത്? അത് ഈ പറയണമെന്ന് ശീതയുദ്ധം ഉണ്ടായിരുന്നില്ല. ശീതയുദ്ധ സമയത്ത് ഈ ഭയങ്കര ചിലവായിരുന്നു ആ സമയത്ത്. എന്നിട്ട് ആ ചിലവ് വഹിച്ചുകൊണ്ട് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യയെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചിട്ടാണ് അത് ചെയ്യുന്ന പറയുന്നത്. കാരണം റഷ്യ ആദ്യമായിട്ട് മനുഷ്യനെ ബഹിരാകാശത്ത് യൂറി ഗഗാറിനെ. അപ്പോൾ അതിനെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചിട്ടാണ് അത്രയും വലിയ ഭീമമായ ചിലവ് വഹിച്ചുകൊണ്ട് എന്ത് ചെയ്തത്? മനുഷ്യനെ കൊണ്ടുപോയത്. ഓക്കെ, നമ്മൾ ഈ ആദ്യമായിട്ട് കൊണ്ടുപോയ മറ്റേ നായപ്പടിക്കുള്ള ലേക്ക ബഹിരാകാശത്ത് എത്ര 6 സെക്കൻഡേ കണ്ടേ ജീവിച്ചിട്ടുള്ളൂ. കത്തിക്കരിഞ്ഞു പോയത്. മനസ്സിലായില്ലേ? ആദ്യമായിട്ട് പോയ നായ തിരിച്ചു വന്നിട്ടില്ല ആ സാധനം. മനസ്സിലായില്ലേ? ഓക്കെ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ പരീക്ഷണങ്ങളും ഈ ഇതിൻ്റെയൊക്കെ വിജയത്തിനൊക്കെ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ആ ഭീമമായ ചിലവ് വഹിച്ചുകൊണ്ട് എന്ത് ചെയ്തത് ഇവർ നടത്തിയെന്നാണ് പറയുന്നത്. മനസ്സിലായില്ല? നാസ. പക്ഷെ അതിനുശേഷം പോകാത്തതിന് അവർ പറഞ്ഞ റീസൺ ഇതാണ്, അത് ഭീമമായ ചിലവുണ്ട്. ഓക്കെ, അല്ല അത് പഠനമല്ല, നമ്മളതൊരു ഇതല്ലേ. ഓക്കെ, നമ്മളിപ്പം ബഹിരാകാശത്ത് പോകാൻ പോവില്ല ഗഗൻയാൻ മിഷൻ വെച്ചിട്ട്. ഇന്ത്യക്കാരും നമ്മൾ ISROയും ചെയ്യാൻ പോവുകയാണ്. അത് പരീക്ഷ ചോദിക്കും. ഗഗൻയാൻ പദ്ധതി പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്? മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കൊണ്ടുപോകുന്നുണ്ട്. നീ പോണാ? നീ ഇപ്പോൾ ഓൾറെഡി ബഹിരാകാശത്താണ്. ഓക്കെ, ചില സമയങ്ങളിൽ. ഓക്കെ, ശരി. ഓക്കെ, അപ്പോൾ ചൊവ്വയ്ക്ക് എത്ര ഉപഗ്രഹം ഉണ്ടാ? ചൊവ്വയ്ക്ക് 2 ഉപഗ്രഹങ്ങളുണ്ട്. 2 ഉപഗ്രഹങ്ങൾ. ഓക്കെ, മറ്റ് ഗ്രഹങ്ങൾ പമ്പരം പോലെയാണ് കറങ്ങുന്നത്. ഇങ്ങനെ കറങ്ങും. ഓക്കെ, എന്നാൽ വാഹനങ്ങൾ ചക്രം പോലെ കറങ്ങുന്ന ഗ്രഹമുണ്ട്. ഇങ്ങനെ പോകും.
ആരാണത്? യുറാനസ്. അതുകൊണ്ട് ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഏതാണ്? യുറാനസ്. ഉരുളുന്നത് യുറാനസ് ആണ്. അതിന് വേറെ പേരുണ്ട് യുറാനസിന്. കിടക്കുന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഏതാണ്? യുറാനസ്. പച്ച ഗ്രഹം ഏതാണ്? യുറാനസ് ആണ്. മനസ്സിലായില്ലേ? ഉരുളുന്ന ഗ്രഹം, കിടക്കുന്ന ഗ്രഹം, പച്ച ഗ്രഹം ഇതെല്ലാം ഏതാണ്? യുറാനസ് ആണ്. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഏതാണ്? ചുവന്നത് ചൊവ്വ. നീലഗ്രഹം ഭൂമിയാണ്. ചുവന്നത് ചൊവ്വ. പച്ച ഏതാ? പച്ച യുറാനസ്. ഓക്കെ. ഇനി നമ്മുടെ ഈ ബാക്കിയുള്ള ഗ്രഹങ്ങൾ നമ്മളെ ഭൂമി ഭ്രമണം ചെയ്യുന്നത് എങ്ങനെയാണ്? പടിഞ്ഞാറുന്ന് കിഴക്കോട്ടാണ് ഭൂമി എന്ത് ചെയ്യുന്നത്? ഭ്രമണം ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് എവിടെ സൂര്യ ഉദിക്കുന്നത്? കിഴക്ക് സൂര്യ ഉദിക്കുന്നത്. എന്നാൽ അതിന് വിപരീതമായിട്ട് ഭ്രമണം ചെയ്യുന്ന ഗ്രഹമുണ്ട്. അതേതാണ്? ശുക്രൻ എങ്ങനെയാണ്? കിഴക്കിന്ന് പടിഞ്ഞാറിലായിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഭ്രമണം ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ എവിടെ സൂര്യ ഉദിക്കും? പടിഞ്ഞാറ്. മനസ്സിലായോ? അപ്പോൾ എവിടെ? ഏതിൽ? ശുക്രനിൽ സൂര്യ ഉദിക്കുന്നത് എവിടെയാണ്? പടിഞ്ഞാറ്. ഓക്കെ. അടുത്ത്, ഒരു ഗ്രഹമായി കണക്കാക്കുവാൻ ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ ഏർപ്പെടുത്തിയിട്ടുള്ള നിബന്ധനകൾ പാലിക്കാത്ത ഗ്രഹങ്ങൾ അറിയപ്പെടുന്ന പേരാണെന്ത്? കുള്ളൻ ഗ്രഹങ്ങൾ. എന്താണ്? കുള്ളൻ ഗ്രഹങ്ങൾ. ഓക്കെ, അതൊക്കെ അറിയാം, എളുപ്പമുള്ള കാര്യങ്ങളാണ്. ഓക്കെ. ഈ ദൂരദർശിനി നിർമ്മിച്ച് വാനനിരീക്ഷണത്തിൽ തുടക്കമിട്ട ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനാണ് ആര്? ഗലീലിയോ ഗലീലി കേട്ടോ. അപ്പോൾ എന്ത് നിർമ്മിച്ച്? ദൂരദർശിനി നിർമ്മിച്ച് വാനനിരീക്ഷണത്തിൽ തുടക്കമിട്ട ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനാണ് ആര്? ഗലീലിയോ ഗലീലിയുടെ കാലഘട്ടം ആർക്ക് പറയാൻ പറ്റും? 1500. അദ്ദേഹം 78 വയസ്സ് ജീവിച്ചിരുന്നു. 78. ഞാൻ ജനിച്ച വർഷം പറഞ്ഞുതരാം. മരിച്ച വർഷം കണ്ടുപിടിച്ചോണേ. 1564 ജനിച്ച്. 1564 ജനിച്ച്. 1642. ജാമ്യയുടെ പ്രസ്സൊക്കെ ഇട്ട് വന്നേ ഉള്ളൂ. വെള്ള കൊച്ചിനകത്ത് കൂടി തുടങ്ങി. 1564 ജനിച്ചു. 1642 എന്ത് ചെയ്തു? മരിച്ചു. ഓക്കെ. ഇത് ഏത് രാജ്യക്കാരനാണ്? ഇറ്റലി. കോപ്പർനിക്കസ് ഏത് രാജ്യമാണ്? പോളണ്ട് കേട്ടോ. ഈ വ്യാഴത്തിൻ്റെ 4 ഉപഗ്രഹങ്ങൾ കണ്ടെത്തിയ ആരാണ്? ഗലീലിയാണ്. വ്യാഴത്തിൻ്റെ 4 ഉപഗ്രഹങ്ങൾ കണ്ടെത്തിയ വ്യക്തിയാണ് ആര്? ഗലീലി. ഓക്കെ, അതൊക്കെയാണ് ഇവിടെ എസ്സേറ്റിൽ ഈ ഭാഗത്ത് പറയുന്നത്. ഓക്കെ. അടുത്ത, ക്ഷുദ്രഗ്രഹങ്ങൾ. സിമ്പിളാണ്, പക്ഷേ ഇത് ഇമ്പോർട്ടൻ്റുമാണ് കേട്ടോ. ഈ ക്ഷുദ്രഗ്രഹങ്ങൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? PSC ചോദിച്ചിട്ടുണ്ട്. ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ഇടയിലായി. ഏതൊക്കെ ഗ്രഹങ്ങൾക്കിടയിലാണ്? ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ഇടയിലായി. ഏതൊക്കെയാ? ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ഇടയിലായി സൂര്യനെ വലം വയ്ക്കുന്ന പാറക്കഷ്ണം അറിയപ്പെടുന്ന പേരാണ് ക്ഷുദ്രഗ്രഹങ്ങൾ. മനസ്സിലായോ? നമ്മുടെ ഏതിൻ്റെയൊക്കെയിടയിൽ? ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ഇടയിലായിട്ട് ആരെ വലം വയ്ക്കുന്ന? സൂര്യനെ വലം വയ്ക്കുന്ന ക്ഷുദ്രഗ്രഹങ്ങളുണ്ട്. അതിനെ പറയുന്ന പേരാണെന്ത്? പാറകഷ്ണങ്ങൾ. അതിനെ പറയുന്ന പേരാണെന്ത്? ക്ഷുദ്രഗ്രഹങ്ങൾ. ഓക്കെ. ക്ഷുദ്രഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ് ഐഡ. വളരെ ഐഡ എന്താണ്? ക്ഷുദ്രഗ്രഹത്തിന് ഉദാഹരണമാണ്. ഓക്കെ. ഇനി അടുത്ത്, ഗ്രഹമായി കണക്കാക്കുന്നതിനുള്ള ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയന്റെ നിബന്ധനകൾ. ഓക്കെ. 1, ഗോളാകൃതി ഉണ്ടാകണം. എന്താണ്? ഗോളാകൃതി ഉണ്ടാകണം. 2, സൂര്യനെ എന്ത് ചെയ്യണം? വലം വയ്ക്കണം. ഓക്കെ. അതുപോലെ തന്നെ അവർക്ക് തനതായതും തടസ്സങ്ങളില്ലാത്തതുമായ ഭ്രമണപഥം ഉണ്ടായിരിക്കണം. മനസ്സിലായി? അപ്പോൾ എന്തൊക്കെ യോഗ്യത വേണം? ഗോളാകൃതി ഉണ്ടായിരിക്കണം. ഓക്കെ. സൂര്യനെ വലം വയ്ക്കണം. അതിന് തനതായതും തടസ്സമില്ലാത്തതുമായ ഭ്രമണപഥം ഉണ്ടായിരിക്കണം. ഈ ഭൂമിക്ക് ഗോളാകൃതിയാണ് ജിയോയുടെ. അപ്പം നമ്മൾ ഭൂമി ഗ്രഹമല്ലേ? അല്ലെങ്കിൽ ഗോളമാക്കും. കാരണം ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മനുഷ്യല്ലേ? മനസ്സിലായില്ലേ? നമ്മളല്ലേ ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ മനുഷ്യനാണ് പറയുന്നത് അത് ഗ്രഹമല്ല എന്നുള്ളത്. മനസ്സിലായില്ലേ? ജിയോയുടെ വരെ ആവാം എന്നൊരു കണ്ടീഷൻ ചെയ്തിട്ടുണ്ട്. മറ്റേ ആർട്ടിക്കിൾ 15 പറയുന്ന കണക്ക് പുരുഷനും സ്ത്രീയും തുല്യരാണ്. അത് 15:3 പറയുന്നുണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന. ഓക്കെ. അതെ. ഓക്കെ, ശരി. അപ്പോൾ പ്ലൂട്ടോ എന്നൊരു ഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പ്ലൂട്ടോ എന്ന ഗ്രഹം മുമ്പ് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 9 ഗ്രഹങ്ങളാണ് ഉണ്ടായിരുന്നത്. മനസ്സിലായില്ലേ? പിന്നെ അത് എത്രയൊക്കെ മാറി? 8 മാറി. ഓക്കെ. ആ പ്ലൂട്ടോയുടെ ഗ്രഹപദവി പോയത് 2006 2006 ഓഗസ്റ്റിൽ എന്ത് ചെയ്തു? പ്ലൂട്ടോയുടെ ഗ്രഹപദവി എന്ത് ചെയ്തു? പോയി. അതിന് കാരണം പറഞ്ഞുതരാവേ. പ്രശ്നക്കാരനാണ്. നെപ്റ്റ്യൂണിൻ്റെ ഭ്രമണപഥം മുറിച്ച് കിടക്കുന്നു. മനസ്സിലായി? നെപ്റ്റ്യൂണിൻ്റെ ഭ്രമണപഥം മുറിച്ച് കിടക്കുന്നു. സ്വന്തം ഉപഗ്രഹമായ ഷാരണിന് ചുറ്റുന്നു. മനസ്സിലായോ? അതൊക്കെ കൊണ്ടാണ് എന്ത് ചെയ്തത്? ഗ്രഹപദവി നഷ്ടപ്പെട്ടത്. നോക്കി, 2 കാര്യങ്ങൾ. ഒന്നെന്താണ്? നെപ്റ്റ്യൂണിന്റെ ഭ്രമണപഥം മുറിച്ച് കിടക്കുന്നു. മനസ്സിലായില്ലേ? ഇതിന് സ്വന്തം ഉപഗ്രഹമായ ഷാരോണിനെ കിടന്ന് എന്ത് ചെയ്യുന്നു? ചുറ്റുന്നു. ആ ഒരു പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ടാണ് എന്ത് ചെയ്തത്? പ്ലൂട്ടോയ്ക്ക് പദവി നഷ്ടപ്പെട്ടത്. മനസ്സിലായില്ലേ?
അപ്പോൾ നെപ്റ്റ്യൂണിൻ്റെ ഭ്രമണപഥം മുറിച്ചു കിടക്കുക എന്ന് പറയുമ്പോൾ ഈ നെപ്റ്റ്യൂണ് ഇതിൻ്റെ ഭ്രമണപഥം മുറിച്ചു കിടക്കുകയില്ലേ? നെപ്റ്റ്യൂൺ വലിയൊരാളാണ്, അതാണ് വലിയ വ്യത്യാസം. ഓക്കെ, പക്ഷെ മറ്റൊത്തിരി പ്രശ്നമായിപ്പോയി. ഷാരോൺ സ്വന്തം ഉപഗ്രഹമായ ഷാരോണിനെ ചുറ്റിയതാണ് വിഷയമായത്. ഓക്കെ, ശരി. അങ്ങനെ 2006 ഓഗസ്റ്റിൽ എന്ത് ചെയ്തു പിള്ളേരെ? പ്ലൂട്ടോയുടെ ഗ്രഹപദവി പോയി. സൗരയൂഥത്തിൽ അപൂർവമായി എത്തുന്ന അശുദ്ധ ഹിമ പദാർത്ഥങ്ങളാണ് ഏത്? വാൽ നക്ഷത്രങ്ങൾ. കേട്ടോ, ശരി. അപ്പം സൗരയൂഥത്തിൽ അപൂർവമായി എത്തുന്ന അശുദ്ധ ഹിമ പദാർത്ഥങ്ങളാണ് ഏത്? വാൽ നക്ഷത്രങ്ങൾ. ഓക്കെ, ശരി. അടുത്ത ഉൽക്കകൾ എന്തെന്നാണ് പറയാൻ പോകുന്നത്. ബഹിരാകാശത്ത് നിന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന പല വലിപ്പമുള്ള പാറ കഷ്ണങ്ങൾ അറിയപ്പെടുന്ന പേരാണെന്ത്? ഉൽക്കകൾ. മനസ്സിലായ? ഓക്കെ, ബഹിരാകാശത്ത് നിന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന പല വലിപ്പമുള്ള പാറ കഷ്ണം അറിയപ്പെടുന്ന പേരെന്താണ്? ഉൽക്കകൾ. ഈ ഉൽക്കാപതനം സംഭവിക്കുന്ന അന്തരീക്ഷവാളി ഏതാ? മിസോസ്ഫിയറാണ്. ഈ സംഭവം ഈ ഉൽക്കകളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുന്ന സമയത്ത് ഭൂമി രക്ഷയാക്കി വരേണ്ടി ചെയ്യുന്നത്. അപ്പോൾ ഈ തെർമോസ്ഫിയറിൽ നിന്ന് മിസോസ്ഫിയറിലേക്ക് കടക്കുമുണ്ടാകുന്ന താപവ്യത്യാസം, ഈ ഭയങ്കര താപവ്യത്യാസമുണ്ട് ഈ ഓരോ പാളിയിലും. ആ താപവ്യത്യാസം കണ്ട് എന്ത് ചെയ്യും? പെട്ടെന്ന് കത്തിത്തീരണയാണ്. അതായത് ഉൽക്കാപതനം സംഭവിക്കുന്നത് ഏതിലാണ്? മിസോസ്ഫിയറിലാണ്. അപ്പോൾ നമ്മൾ ചോദിക്കും ഉൽക്കാപതനം സംഭവിക്കുന്ന അന്തരീക്ഷ പാളി ഏതാണ്? മിസോസ്ഫിയറും. നമ്മുടെ രാജ്യത്ത് ഉൽക്ക പതിച്ചിട്ട് രൂപം കൊണ്ടെന്ന് കരുതപ്പെടുന്ന ഒരു തടാകമുണ്ട്. ഏതാണ്? ലോണാർ തടാകം. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ലോണാർ തടാകം ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്രയിലാണ്. കേട്ടോ, മഹാരാഷ്ട്രയിൽ. ഓക്കെ, ഉൽക്ക. കത്തിത്തീരാതെ ഭൂമിയിലേക്ക് വീഴുന്ന ഉൽക്കകളുടെ അവശിഷ്ടങ്ങൾ ഉൽക്കാശിലകൾ എന്നറിയപ്പെടുന്നു. ഉൽക്കാശിലകൾ. കേട്ടോ, അപ്പോൾ കത്തിത്തീരാതെ ഭൂമിയിലേക്ക് വീഴുന്ന ഉൽക്കയുടെ അവശിഷ്ടങ്ങൾ എന്നറിയപ്പെടുന്നു ഉൽക്കാശിലകൾ എന്നറിയപ്പെടുന്നു. എടേ, ഈ ഇടയ്ക്ക് കണ്ടൊരു പതനം ഉണ്ടായിരുന്നില്ല? നീ കണ്ടില്ലായിരുന്ന? എത്ര മണിക്കായിരുന്നത്? ഞാൻ ഇത് സംഭവം ഞാൻ നേരെ വായിക്കാനില്ല. ഇന്ന് രാത്രി 12 മണിക്ക് ഉൽക്കാപതനം. 12 മണി തൊട്ട് എത്ര മണി വരെ ഞാൻ ശ്രദ്ധിക്കാനില്ല. ഞാൻ 12 മണിയായപ്പോൾ ചോറയൊക്കെ അടിച്ചിട്ട് ഞാൻ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് നടന്നിട്ട് 12 മണി 12 കൊണ്ടുവന്നു. 2 മണി കണ്ട് ഉണ്ടായിരുന്നത്. എവിടെ? അല്ല, വേറെ ആരൊക്കെ കണ്ട്? ഗോവി കണ്ട്. നിങ്ങൾ പക്ഷെ ഒരു കുടുംബമല്ലേടെ? പറഞ്ഞത് ഒരു കുടുംബം മാത്രമേ കണ്ടിട്ടുള്ളൂ. ഈ കുടുംബത്തിൽ പുറത്താരെയും കണ്ടോണ്ടാ? അവിടെ ആരുടെ 12 മണി കണ്ടിട്ടില്ല ഒറ്റയെണ്ണം. ഓക്കെ, പറഞ്ഞു പറ്റിച്ചു. ഓക്കെ, ശരി. അപ്പോൾ അത്ര മനസ്സിലായില്ല. അടുത്ത നക്ഷത്രങ്ങളുടെ ലോകം. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് ഏത്? സൂര്യൻ. ഓക്കെ, കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്നതാണ് ഒരു ഗാലക്സി. അപ്പോൾ കോടിക്കണക്കിന് നക്ഷത്രങ്ങളുള്ളതാണ് ഒരു ഗാലക്സി. ഈ സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സി അറിയപ്പെടുന്ന പേരെന്താ? ക്ഷീരപഥം. എന്താണ്? ക്ഷീരപഥം. സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സി അറിയപ്പെടുന്ന പേരെന്താണ്? ക്ഷീരപഥം. ക്ഷീരപഥത്തിന്റെ മറ്റേ പേരെന്താണ്? അതാണ് ഇംഗ്ലീഷടെ. ആകാശഗംഗ. എന്താണ്? ആകാശഗംഗ. കേട്ടോ, ക്ഷീരപഥത്തിന്റെ മറ്റേ പേരാണ് ആകാശഗംഗ. അപ്പോൾ ആകാശഗംഗ എന്ത് നേട്ടാ? വിനയന്റെ സിനിമ എന്ന് പറയരുത്. അതെന്താണ്? ക്ഷീരപഥത്തിന്റെ മറ്റൊരു പേരാണെന്ത്? ആകാശഗംഗ. ഈ ആകാശഗംഗ സെക്കൻഡ് പാർട്ട് ഇറങ്ങിയായിരുന്ന? കൊള്ളാം കൂടെ ഇത്. ആകാശഗംഗയിൽ 10,000 കോടി നക്ഷത്രങ്ങളുണ്ട്. എത്ര നക്ഷത്രങ്ങളുണ്ട്? 10,000 കോടി നക്ഷത്രങ്ങളുണ്ട്. 10,000 കോടിയാണ്, ഒരു കോടിയൊന്നും അല്ല, 10,000 കോടിയാണ്. ഓക്കെ, അടുത്ത കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്നതിനെ പറയുന്ന പേരാണെന്ത്? പ്രപഞ്ചം. എന്താണ്? പ്രപഞ്ചം. പ്രപഞ്ചത്തെ ഇംഗ്ലീഷ് എന്ന് പറയും യൂണിവേഴ്സ്. ഓക്കെ, അപ്പോൾ ഭൂമിയുടെ ഏറ്റവും അടുത്ത് ചെയ്യുന്ന നക്ഷത്രം ഏതാ? സൂര്യൻ. കോടിക്കണക്കിന് നക്ഷത്രം ഉൾപ്പെടുന്നതാണ് ഒരു ഗാലക്സി. സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സി അറിയപ്പെടുന്ന പേര് നമ്മുടെ സൂര്യനും 9 ഗ്രഹങ്ങളും അതെല്ലാം ചേർന്നാണ് എന്ത്? ഈ കരുതുന്നുണ്ട് സൗരയൂഥം. ഏതാണ്? സൗരയൂഥം. മനസ്സിലായ? ഈ സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സി അറിയപ്പെടുന്ന പേരാണ് ക്ഷീരപഥം. ഏതാണ്? ക്ഷീരപഥം. ഓക്കെ, ഗാലക്സി തന്നെ കോടിക്കണക്കിനുണ്ട്. മനസ്സിലായി? കോടിക്കണക്കിന് ഗാലക്സികൾ വേറെയുണ്ട്. നമ്മുടെ ഈ ക്ഷീരപഥം അല്ലെങ്കിൽ ആകാശഗംഗയിൽ മാത്രം 10,000 കോടി നക്ഷത്രമുണ്ട്. മനസ്സിലായ? 10,000 കോടി നക്ഷത്രം. മനസ്സിലായ? ഓക്കെ, കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്നതാണ് ഒരു പ്രപഞ്ചം, യൂണിവേഴ്സ്. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ട് എവിടെയെങ്കിലുമൊക്കെ ജീവൻ കാണുമല്ലേ? അവിടെ ഒരു ജോബിനും കാണും, ആണെന്തോ പുള്ളി ഗുണവും കാണും. ഓക്കെ, ശരി. അപ്പം പ്രപഞ്ചത്തെ മഹാത്ഭുതത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വേറെ കാര്യങ്ങളുണ്ട്. ഓക്കെ, നമുക്ക് അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ശരി, സുബിനെ പോസിറ്റേ. എടാ, ഏറ്റവും വലിയ ഗ്രഹം പറഞ്ഞു ഏതാ? വ്യാഴം. ഏറ്റവും ചെറിയ ഗ്രഹം ഏതാ? ബുധൻ. ഏറ്റവും ചൂട് കൂടിയത്? ശുക്രൻ. ഭാരം കൂടിയത്? ഭാരം കൂടിയത് വ്യാഴമാണ്. ഏറ്റവും വലുത് വ്യാഴമല്ലേടേ? ഏറ്റവും ഭാരം കൂടിയത് ഏതാണ്? വ്യാഴമാണ്. ഓക്കെ, ഏറ്റവും ഭാരം കുറഞ്ഞതാ?
അത് ശനിയാണ്. അത് നിങ്ങൾ ബുധൻ പറയരുത്. ഏറ്റവും ഭാരം കുറഞ്ഞത് ഏതാണ്? ശനിയാണ്. ഏറ്റവും ഭാരം കുറഞ്ഞത് ഏതാണ്? ശനി. ഭ്രമണ വേഗത കൂടിയ ഗ്രഹം ഏതാ? ഭ്രമണ വേഗത അല്ല, ഭ്രമണ വേഗത കൂടുതൽ വ്യാഴമാണ്. ഭ്രമണ വേഗത കൂടുതൽ ആർക്കാണ്? വ്യാഴമാണ്. ഭ്രമണ വേഗത കുറഞ്ഞ ഗ്രഹം ഏതാ? ശുക്രൻ. ഏതാണ്? ശുക്രൻ. ശുക്രൻ. ഭ്രമണ വേഗത കുറഞ്ഞത് ഏതാണ് പിള്ളേരെ? ശുക്രനാണ്. ഓക്കെ, അപ്പം ഒന്നുകൂടെ പറഞ്ഞുതരാവേ. ഏറ്റവും വലുത് വ്യാഴം, ചെറുത് ബുധൻ. ഓക്കെ, ചൂട് കൂടുതൽ ശുക്രൻ, ഭാരം കൂടിയത് വ്യാഴം, ഭാരം കുറഞ്ഞത് ശനി. അടുത്ത് ഭ്രമണ വേഗത കൂടുതൽ വ്യാഴത്തിന്, ഭ്രമണ വേഗത കുറഞ്ഞത് ശുക്രൻ. ഓക്കെ, പരിക്രമണ വേഗത കൂടിയ ഗ്രഹം ഏതാ? പരിക്രമണം സൂര്യനെ ചുറ്റുന്നത്, അത് ബുധൻ. ആരാണ്? ബുധൻ. പരിക്രമണ വേഗത കൂടുതൽ ആർക്കാണ്? ബുധനാണ്. ഓക്കെ, പരിക്രമണ വേഗത കുറവാക്കാം നെപ്റ്റ്യൂൺ. നെപ്റ്റ്യൂൺ അങ്ങ് കിടക്കില്ല, ദൂര. നെപ്റ്റ്യൂൺ അങ്ങ് ദൂരെ കിടക്കുകയാണ്. എനിക്ക് പ്ലൂട്ടോയെ കുറിച്ച് ഓർക്കാൻ വിഷമം തോന്നി കേട്ടോ. സ്വന്തം പോലെ അതിപ്പോഴും അവിടെ ഉണ്ട്, ഗ്രഹമല്ലതേ ഉള്ളൂ. മനസ്സിലായി? ഇപ്പോഴും അവിടെ സ്വന്തം ഉപകരണത്തെ ചുറ്റിയുടെ കിടപ്പുണ്ട് ആശായ. മനസ്സിലായി? ഇപ്പൊ പഠനമൊന്നും ഇല്ലല്ലോ, അങ്ങോട്ട് ഇപ്പൊ ആരും ചെല്ലണമില്ല, ചെല്ലലുമില്ല. അതിനെക്കുറിച്ച് പഠിക്കാൻ പാടാണ് ഈ ശാസ്ത്രമേഖല കൊടുക്കുന്നത്. ഇതിപ്പോ നോക്കുമ്പോഴേ ബാക്കി എല്ലാത്തിന്റെ ഓപ്പോസിറ്റ് കുറെ പരിപാടിയൊക്കെ നടത്തുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് പഠിക്കാൻ പാടായതുകൊണ്ട്, എത്തിപ്പെടാൻ പാടായതുകൊണ്ടും, കാണാൻ ചെറുതായതുകൊണ്ടും എടുത്തു കളഞ്ഞു. ഓക്കെ, അപ്പൊ പരിക്രമണ വേഗത കുറഞ്ഞ ഗ്രഹം ഏതാണ്? നെപ്റ്റ്യൂൺ. പറയാൻ പിള്ളേരെ ഏതാണ്? നെപ്റ്റ്യൂൺ. അപ്പൊ ഏറ്റവും അടുത്ത് കിടക്കുന്ന ബുധനാണ്. അപ്പൊ ബുധനാണ് ഏറ്റവും കൂടുതൽ എന്തുള്ളത്? പരിക്രമണ വേഗതയുള്ളത്. ഓക്കെ, ഏറ്റവും അകലെ കിടക്കുന്ന ഏതാണ്? നെപ്റ്റ്യൂൺ. അവിടെ നെപ്റ്റ്യൂണാണ് ഏറ്റവും കുറഞ്ഞ പരിക്രമണ വേഗത ഉള്ളത്. ഓക്കെ, അടുത്ത് സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ്? ഇപ്പൊ പറഞ്ഞു ബുധൻ. ഏറ്റവും അകന്നിരിക്കുന്നത് നെപ്റ്റ്യൂണാണ്. നെപ്റ്റ്യൂൺ. ഓക്കെ, അടുത്ത് ശ്രദ്ധിച്ചോണേ. സാന്ദ്രത കൂടിയ ഗ്രഹം ഏതാ? ഭൂമി. സാന്ദ്രത കൂടിയ ഗ്രഹം ഏതാണ്? ഭൂമി. സാന്ദ്രത കുറഞ്ഞ ഗ്രഹം ഏതാ? ശനി. സാന്ദ്രത കുറഞ്ഞ ഗ്രഹം ഏതാണ്? ശനി. ഓക്കെ, അന്തർഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഗ്രഹം ഏതാ? അന്തർഗ്രഹങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് അറിയോ അത്? ഈ 8 ഗ്രഹങ്ങളില്ലേ, അതിൽ 4 അന്തർഗ്രഹങ്ങളെന്നും 4 ബാഹ്യഗ്രഹങ്ങളെന്നും പറയും. മനസ്സിലായ? അതായത് അന്തർഗ്രഹങ്ങൾ വെച്ച് കഴിഞ്ഞാൽ സൂര്യനോട് അടുത്തിരിക്കുന്ന 4 ഏതൊക്കെയാണ്? ബുധന്, ശുക്രൻ, ഭൂമി, ചൊവ്വ. ഓക്കെ, അതിൽ ഏറ്റവും വലുത് ഏതാണ്? ഭൂമിയാണ്. അവിടെ അന്തർഗ്രഹങ്ങളിൽ, അതായത് നമ്മുടെ സൂര്യനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന 4 ഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് ഏതാണ്? ഭൂമിയാണ്. ഓക്കെ, അടുത്ത് ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്ന ഗ്രഹം ഏതാ? വ്യാഴമാണ്. ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണ ബലം എവിടെയാണ്? വ്യാഴത്തിലാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്ന ഗ്രഹം പറയടാം, വ്യാഴം. ഏതാണ്? വ്യാഴം. അടുത്ത് ഏറ്റവും കുറവാ? നമ്മൾ വിചാരിക്കും സൂര്യനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണമൊക്കെ ആർക്കാണെന്ന് വിചാരിക്കും? ബുധനാണെന്ന് വിചാരിക്കും. അല്ല, ഏറ്റവും കുറവ് ഗുരുത്വാകർഷണം എവിടെയാണ്? ബുധനാണ് കേട്ടോ. എവിടെയാണ്? ഏറ്റവും കുറവ് ബുധനാണ്. ഏറ്റവും കൂടിയത് വ്യാഴത്തിനും, ഏറ്റവും കുറവ് എവിടെയാണ്? ബുധനാണ്. പാലായന പ്രവേഗം ഏറ്റവും കുറഞ്ഞ ഗ്രഹം ഏതാ? ബുധൻ. കേട്ടോ, പാലായന പ്രവേഗം ഏറ്റവും കുറഞ്ഞത് ആർക്കാണ്? ബുധനാണ്. പാലായന പ്രവേഗം ഏറ്റവും കൂടിയത് പാലായനല്ല, പലായന. ചില വാക്കുകൾ പറയുമ്പോൾ ഞാൻ ചിലപ്പോൾ നീട്ടിപ്പോവും, പിടിച്ചാണ് ചോദിനെ. ഓക്കെ, പലായന പ്രവേഗം ഏറ്റവും കുറഞ്ഞ ഗ്രഹം ഏതാണ്? ബുധൻ. വളരെ ബുധൻ. ഏതാണ്? ബുധൻ. പലായന പ്രവേഗം ഏറ്റവും കൂടിയ ഗ്രഹം ഏതാണ്? വ്യാഴം. ഏതാണ്? വ്യാഴം. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഞാൻ ഒരാൾ ചോദിക്കും ഫുള്ള്. ഓക്കെ, ശരി. ഏറ്റവും വലുത് വ്യാഴം, ഏറ്റവും ചെറുത് ബുധൻ. ഓക്കെ, ഏറ്റവും ചൂട് കൂടിയത് തിളക്കവും ഏത് തന്നെ? ശുക്രൻ തന്നെ. ഭാരം കൂടിയത് വ്യാഴം, ഭാരം കുറഞ്ഞത് ശനി. ഭ്രമണ വേഗത കൂടിയത് വ്യാഴം. ഭ്രമണ വേഗത കുറഞ്ഞത് ശുക്രൻ. പരിക്രമണ വേഗത കൂടിയത് ബുധൻ. പരിക്രമണ വേഗത കുറഞ്ഞത് നെപ്റ്റ്യൂൺ. അടുത്തുള്ളത് അകലെയുള്ളത് നെപ്റ്റ്യൂൺ. ഓക്കെ, സാന്ദ്രത കൂടിയത് ഭൂമി, സാന്ദ്രത കുറഞ്ഞത് ശനി. ഓക്കെ, അന്തർഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് ഭൂമി. ഓക്കെ, ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്നത് വ്യാഴം. ഏറ്റവും ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്നത് വ്യാഴം. ഏറ്റവും കുറവ് ഗുരുത്വാകർഷണ ബലം ബുധൻ. ഓക്കെ, പലായന പ്രവേഗം കുറഞ്ഞത് ബുധൻ. ഓക്കെ, പലായന പ്രവേഗം കൂടിയത് വ്യാഴം. ഓക്കെ, ഈ എന്താണ് പലായന പ്രവേഗം എന്ന് പഠിക്കണം. ഓക്കെ, പലായന പ്രവേഗം പറയട്ടാ, അത് ഇത് ചോദിച്ചിട്ട് പറയാം. ഓക്കെ, ശരി, പൗസ് ചെയ്താ. ലുക്ക് അറ്റ് ഹിയർ. ആരാ പറയാൻ പോകുന്നേ? ഫുള്ള് ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റുന്ന ആരുണ്ട്? ഓക്കെ, ആരാണത്? പറയൂടാ ഫുള്ള്. ഓക്കെ, ഏറ്റവും വലിയ ഗ്രഹം, ഏറ്റവും ചെറിയ ഗ്രഹം, ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം, ഏറ്റവും തിളക്കം കൂടിയത്, ഭാരം കൂടിയ ഗ്രഹം, ഭാരം കുറഞ്ഞ ഗ്രഹം, ഭ്രമണ വേഗത കൂടിയത്, ഭ്രമണ വേഗത കുറഞ്ഞത്, പരിക്രമണ വേഗത കൂടിയത്, പരിക്രമണ വേഗത ബുധൻ.
ബുധൻ. ഓക്കെ. പരിക്രമണ വേഗത കുറഞ്ഞ ഗ്രഹം നെപ്റ്റ്യൂൺ. സൂര്യനിൽ നിന്ന് ഏറ്റവും അകന്ന ഗ്രഹം സൂര്യന് ഏറ്റവും അടുത്ത ഗ്രഹം ബുധൻ. ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം സാന്ദ്രത കുറഞ്ഞ ഗ്രഹം അന്തർഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഗ്രഹം ഭൂമി. ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണ ബലം ഏറ്റവും കുറവ് ഗുരുത്വാകർഷണ ബലം ബുധൻ. പലായന പ്രവേഗം കുറഞ്ഞത് പലായന പ്രവേഗം കൂടിയത് വേഴം. ഓക്കെ. യൂസ്മാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ശരി. കൈ വേർത്തിരിക്കണടാ. കൈ ഉറപ്പിന് ഫോഴ്സ് പാടായിരിക്കും. കൈ വേർപ്പുണ്ടെങ്കിൽ ഫോഴ്സിൽ അത് ഡിസ്ക്വാളിഫൈഡ് ആവും. കൈ വേർപ്പുണ്ടെങ്കിൽ കേരള പോലീസിനുണ്ടെന്ന് തോന്നുന്നു. നല്ല വേർപ്പുണ്ട് അവന് കൈ. പ്രശ്നം ചിലർക്ക് അത് ഉണ്ടാവും. ചില കണ്ടീഷൻ മിലിറ്ററിന് പ്രശ്നമാണ്. പോലീസ് നോക്കുമെന്ന് തോന്നുന്നു. ഞാൻ മിലിറ്ററിയുടെ സമയമൊക്കെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ പോയി. അപ്പോൾ ഒരു മരുന്നൊക്കെ തന്നു. അത് ഉപയോഗിക്കുമ്പോൾ ഉള്ളം കൈ വേർക്കുന്നത്. ആയുധമൊക്കെ പിടിക്കാൻ പറ്റൂല. രാത്രിയൊക്കെ എടുക്കുമ്പം പ്രശ്നമല്ലേ. ഇപ്പൊ മന്ത്രി ബാക്കി ഇരിക്കണം. മന്ത്രി സംരക്ഷിക്കാൻ വേണ്ടി ലാത്തി എടുത്ത് മറ്റേ പ്രതിഷേധക്കാരെ അടിക്കുന്നത്. ലാത്തി കറങ്ങി തന്നെ അവന്റെ കഴുത്തിൽ മന്ത്രി എടുത്ത്. ഓക്കെ. അങ്ങനെ സംഭവിച്ച പ്രശ്നമില്ല. അതുകൊണ്ട് രക്ഷയാണ്. ഓക്കെ. എടാ എന്താണ് തലച്ചോണ്ടിരിക്കുന്നത് അവിടെ? നിങ്ങൾ കൈ ഏർപ്പുണ്ടാ? ഇല്ല. ഓക്കെ. എടാ ഇനി എന്താണ് പലായന പ്രവേഗം എന്ന് പറയുന്നത്? ഈ പലായന പ്രവേഗത്തിന്റെ ഇംഗ്ലീഷ് എന്താ? എസ്കേപ്പ് വെലോസിറ്റി. ഒരു ഗോളത്തിന്റെ ഭൂഗുരുത്വാകർഷണ വലയത്തിൽ നിന്നും മുക്തമായി മുന്നോട്ട് പോകുവാൻ ഒരു വസ്തുവിന് വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗമാണ് ഏത്? പലായന പ്രവേഗം. മനസ്സിലായില്ലേ? ഇപ്പം നമ്മുടെ ഈ ചന്ദ്രൻ നോക്കാം. ചന്ദ്രൻ ഭൂമിയുടെ ഗുരുത്വാകർഷണ വലയത്തിൽ ഉള്ളിലാണ്. മനസ്സിലായില്ലേ? ആ വലയത്തിലുണ്ട്. അപ്പം ആ ഒരു ഗോളത്തിൻ്റെ ഗുരുത്വാകർഷണ വലയത്തിൽ നിന്ന് മുക്തമായി മുന്നോട്ട് പോകുവാൻ ഒരു വസ്തുവിന് വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗമാണ് ഏത്? പലായന പ്രവേഗം. ഓക്കെ. അപ്പം നമ്മളിപ്പോൾ സൂര്യൻ ആർക്കുള്ളിലാണ്? സൂര്യല്ല, ഭൂമി ആർക്കുള്ളിലാണ്? സൂര്യൻ്റെ. അപ്പോൾ ഭൂമിയുടെ പലായന പ്രവേഗം എത്രയാണ്? ഈ പറഞ്ഞ പഠിച്ചു തന്നെ. ഭൂമിയുടെ പലായന പ്രവേഗം 11.2 km/s ആണ്. എത്രയാണ്? 11.2 km/s. അപ്പോൾ ഭൂമിയുടെ പലായന പ്രവേഗം എത്രയാണ് പിള്ളേരെ? 11.2 km/s ആണ്. ചന്ദ്രന്റെ പലായന പ്രവേഗം എത്രയാണ്? 2.4. 2.4 അല്ലെങ്കിൽ 2.38. റൗണ്ട് ചെയ്ത് നമുക്ക് 2.4 പറയാം. 2.4 km/s. 2.4 km/s. ഓക്കെ. അടുത്ത് സൂര്യന്റെ പലായന പ്രവേഗം എത്രയാണ്? 618 km/s. എത്രയാണ്? 618 km/s. അപ്പോൾ ആ മൂന്നെണ്ണം പഠിച്ചു തന്നെ പിള്ളേരെ. ഭൂമിയുടെ പലായന പ്രവേഗം എത്രയാണ്? 11.2. ചന്ദ്രന്റെ പലായന പ്രവേഗം എത്രയാണ്? 2.4. ഓക്കെ. 2.4. സൂര്യൻ്റെ എത്രയാണ്? 618 km/s. 618 km/s. ഓക്കെ. സൗരയൂഥത്തിന് പുറത്ത് കിടക്കാൻ ആവശ്യമായ പലായന പ്രവേഗം എത്രയാണ്? അത് നമുക്ക് ഈ സൗരയൂഥത്തിന് വെളിയിൽ പോകണമെങ്കിൽ എത്ര പലായന പ്രവേഗം വേണമെന്ന് ചോദ്യം. വളരെ 16.6 km/s. 16.6 km/s. ഏകദേശമാണ് പറയുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ പലായന പ്രവേഗം ഏറ്റവും കൂടിയത് ആർക്കാ? മറ്റേ ഗ്രഹങ്ങളിൽ പറയടാ. ഏറ്റവും കൂടുതൽ ആക്കാണ് വ്യാഴത്തിൽ. ഏറ്റവും കുറവാക്കാണ് ബുധൻ. ഏറ്റവും കുറവാക്കാണ് ബുധനാണ്. ഓക്കെ. ഇനി ആ പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. 4 പറഞ്ഞത് നമ്മൾ. ഭൂമിയുടേത് 11.2. ഓക്കെ. അടുത്ത ചന്ദ്രൻ്റെത് 2.4. എത്രയാണ്? 2.4 km/s ആണ്. എല്ലാം km/s ആണ് കേട്ടോ. സൂര്യൻ്റെ പലായന പ്രവേഗം 618. ഓക്കെ. സൗരയൂഥത്തിന് പുറത്തിറക്കാൻ ആവശ്യമായ പലായന പ്രവേഗം 16.6. ഓക്കെ. സൗരയൂഥം കടന്ന ഏതെങ്കിലും മനുഷ്യനിർമ്മിത പേടകമുണ്ടോ? അതും പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. സൗരയൂഥം കടന്ന മനുഷ്യനിർമ്മിത പേടകമാണ് ഏത്? വോയേജർ 1. ഏതാണ്? വോയേജർ 1. ഓക്കെ. ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയുള്ള മനുഷ്യനിർമ്മിത പേടകം എന്നിട്ടുള്ള ഏതാണ്? വോയേജർ 1 ആണ്. ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെയുള്ള മനുഷ്യനിർമ്മിത പേടകം ചോദിച്ചാലും ഏതാണ്? വോയേജർ 1 ആണ്. ഈ വോയേജർ 1 വിക്ഷേപിച്ചത് ഏത് വർഷം എന്നറിയാം? വോയേജർ 1 വിക്ഷേപിച്ചത് 900 ആണ്. പിന്നെ ഉദ്ദേശിച്ചത് 900 അല്ലെങ്കിൽ നിന്നെ അതാണ് ഉദ്ദേശിച്ചത്? 800? 2000 അല്ല. 80 അല്ല. 74 അല്ല. 84 അല്ല. 92 60 അല്ല. 77. 1977 ഏത് വിക്ഷേപിക്കുന്നത്? വോയേജർ വിക്ഷേപിക്കുന്നത് കേട്ടോ. ഈ വോയേജർ വിക്ഷേപിച്ചത് ആരാ?
നാസ. ആണ് വിക്ഷേപിച്ചത് നാസ. അപ്പോൾ വോയേജർ വിക്ഷേപിച്ച ആരാണ്? നാസ. ഇനി ഈ വോയേജറിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സൗരയൂഥം കടന്ന് വെളിയിലേക്ക് പോവുക. മനസ്സിലായേ? ഈ 77 വിക്ഷേപിച്ച വോയേജർ സൗരയൂഥം കടന്ന് ശനി ശ്രദ്ധിക്കുന്നുണ്ടാ? സൗരയൂഥം കടന്നതായി നാസ സ്ഥിരീകരിച്ചപ്പോഴെന്നറിയാവോ? 2013 സെപ്റ്റംബറിലാണ്. 2013 സെപ്റ്റംബറിലാണ് എന്ത് ചെയ്തത്? സൗരയൂഥം കടന്നു എന്ന് എന്ത് ചെയ്ത് സ്ഥിരീകരിച്ചത്. മനസ്സിലായി? അപ്പം സൗരയൂഥം കടന്ന ആദ്യത്തെ മനുഷ്യനിർമ്മിത പേടകമാണ് വോയേജർ. ഓക്കെ. ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയുള്ള മനുഷ്യനിർമ്മിത പേടകം ഏതാണ്? വോയേജർ 1. ഓക്കെ. വോയേജർ 1 വിക്ഷേപിച്ച വർഷം 1977. ഈ നാസയാണ് വിക്ഷേപിച്ചത്. എപ്പോഴാണ് സ്ഥിരീകരിച്ചത്? 2013 സെപ്റ്റംബറിൽ സ്ഥിരീകരിച്ചു. മനസ്സിലായി ഇത്തരം കാര്യങ്ങൾ? ഓക്കെ. ഇനി ഈ ഏറ്റവും അകലെയുള്ള ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഇന്ത്യൻ നിർമ്മിത പേടകം ഏതാ? അത് മംഗല്യാണ് കേട്ടോ. ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഇന്ത്യൻ നിർമ്മിത പേടകമാണ് ഏത്? മംഗല്യാണ്. അതിനുള്ളത് മംഗല്യാണ്. ഓക്കെ, ശരി. അപ്പോൾ അത്രയും കാര്യങ്ങൾ പഠിച്ച ഓർമ്മയുണ്ടല്ലോ. ജലഗ്രഹം ഏതാണ്ടാ? ജലഗ്രഹം ഭൂമിയാണ് കേട്ടോ. ജലഗ്രഹം ഭൂമിയാണ്. ഓക്കെ. അപ്പം നമ്മൾ കുറച്ച് ഗ്രഹങ്ങളും അവയുടെ അപരം നമ്മൾ പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വൈൻഡപ്പ് ചെയ്യാം. തുരുമ്പിച്ച ഗ്രഹം പറഞ്ഞേ ചൊവ്വ. തുരുമ്പിച്ച ഗ്രഹം ഏതാണ്? ചൊവ്വ. ചുവന്ന ഗ്രഹം പറഞ്ഞേ ചൊവ്വ. ചുവന്ന ഗ്രഹം ഏതാണ്? ചൊവ്വ. ഓക്കെ. നീലഗ്രഹം ഏതാ? ഭൂമി. ജലഗ്രഹം ഏതാ? ഭൂമി. നീലഗ്രഹവും ജലഗ്രഹവും ഏതാണ്? ഭൂമി. ഓക്കെ. പ്രഭാനക്ഷത്രം, പ്രദോഷ നക്ഷത്രം ശുക്രൻ. തിളക്കമുള്ള ഗ്രഹം ശുക്രൻ. ഓക്കെ ആണല്ലോ. സൂര്യന്റെ അരുമ ശുക്രൻ. സൂര്യനെ പോലെ തിളങ്ങിയിരിക്കുന്നുണ്ടായിരിക്കും. സൂര്യന്റെ അരുമ എന്ന് ഓർത്ത്. സൂര്യന്റെ അരുമ ശുക്രൻ. ഭൂമിയുടെ ഇരട്ട ശുക്രൻ. ശുക്രൻ 5 എണ്ണം ഉണ്ട്. എന്തൊക്കെയാണ്? പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം, തിളക്കമുള്ള ഗ്രഹം, സൂര്യന്റെ അരുമ, ഭൂമിയുടെ ഇരട്ട. ഓക്കെ. അതുപോലെ കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് ഭ്രമണം ചെയ്യുന്നതും ആരാണ്? ശുക്രനാണ്. ഓക്കെ. പച്ച പച്ച യുറാനസ്. ഉരുളുന്നത് യുറാനസ്. കിടക്കുന്നത് യുറാനസ്. ആകാശപിതാവ് യുറാനസ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ തുരുമ്പിച്ചത് ചൊവ്വ. ചുവന്നത് ചൊവ്വ. നീല ജലഗ്രഹം. പ്രദോഷ നക്ഷത്രം, പ്രഭാ നക്ഷത്രം, തിളക്കമുള്ള ഗ്രഹം, സൂര്യന്റെ അരുമ, ഭൂമിയുടെ ഇരട്ട. ഓക്കെ. പച്ചഗ്രഹം, ഉരുളുന്ന ഗ്രഹം, കിടക്കുന്ന ഗ്രഹം, ആകാശപിതാവ്. ഓക്കെ. ഇത് ഞാൻ ചോദിക്കാൻ വേണ്ടി അറിയാവോ? ഞാൻ ഇങ്ങനെ ഒരു ഗ്രഹത്തിൻ്റെ പേര് പറയും, വിശേഷം നിങ്ങൾ പറയണം. ഓക്കെ, ശരി. അത് ആരെങ്കിലും ഒരാൾ പറയും, അതുകൊണ്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യും. ഓക്കെ, ശരി. ഒന്ന് പോസ് ചെയ്തേ. ആര് പറയും? ആര് പറയും? അപർണ? ഇല്ല. അർച്ചന? അർച്ചന റെഡി. ഓക്കെ. അർച്ചന ചൊവ്വ പറ ആദ്യം. ഓക്കെ. ഭൂമി പറ. ഓക്കെ. ശുക്രൻ്റെ 5 പറ. യുറാനസിന്റെ 4. ആകാശപിതാവ്. ഓക്കെ. ആകാശപിതാവ്. ശരി. അപ്പം നമ്മൾ സൗരയൂഥങ്ങളെ കുറിച്ചാണ് പഠിച്ചത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ടാറ്റാ, ബൈ.